ഹലോ, എല്ലാവർക്കും നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മൾ കുറച്ചായല്ലോ കണ്ടിട്ട്. സാരമില്ല, ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാം കേട്ടോ. ഓക്കെ, എല്ലാവരും എക്സാമിന്റെ പ്രിപ്പറേഷനിലേക്ക് ആണെന്ന് അറിയാം. നന്നായിട്ട് നടക്കട്ടെ. സോ എന്നത്തെയും പോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആയിട്ട് തന്നെയാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. കൂട്ടുകാരൊക്കെ ഓൾറെഡി ഒരു മാസം മുമ്പേ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. ചിലരാണെന്നുണ്ടെങ്കിൽ റീസെന്റ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ടാവും അല്ലെ. മറ്റു ചിലരുണ്ട് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പഠിക്കാം എന്ന് വിചാരിക്കുന്നവർ അല്ലെ. അങ്ങനെയുള്ളവരും ഒക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. ഓക്കെ, സോ നിങ്ങൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു സ്റ്റഡി പ്ലാൻ, ഒരു സ്മാർട്ട് സ്റ്റഡി പ്ലാനുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. ഓക്കെ, ഏതിന്റെ സ്റ്റഡി പ്ലാൻ ആണ് സാറേ? നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഞാനൊരു 4-5 വർഷമായിട്ട് കൈകാര്യം ചെയ്യുന്ന സബ്ജക്ട് ഇന്റർമീഡിയറ്റ് ഗ്രൂപ്പ് 2-ലെ P9 ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ആണ്. ഓക്കെ, അറിയാലോ. നമ്മുടെ സാഗർ സിന്ധുവിന്റെ ചാനലിൽ എല്ലാ സബ്ജക്റ്റുകളുടെയും ഇന്റർമീഡിയറ്റ് ഗ്രൂപ്പ് 1-ന്റെയും ഗ്രൂപ്പ് 2-ലെയും എല്ലാ സബ്ജക്റ്റുകളുടെയും സ്റ്റഡി പ്ലാൻ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അത് കണ്ടോണം, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ഓക്കെ, എന്നാൽ നമുക്ക് ആ ഒരു അടിപൊളി സ്റ്റഡി പ്ലാനിലേക്ക് പോയാലോ? എന്ത് പറയുന്നു? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആദ്യം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ എക്സാം പാറ്റേണിലേക്ക് ഒന്ന് പോവാം. ഓൾറെഡി നിങ്ങൾക്ക് അറിയാമായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ശ്രദ്ധിച്ചോളുക. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 സെക്ഷൻ ഉണ്ട്. സെക്ഷൻ എയും സെക്ഷൻ ബിയും. സെക്ഷൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MCQ ക്വസ്റ്റ്യൻസ് ആണ്. 15 MCQ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓരോന്നിനും 2 മാർക്ക് വെച്ച് 30 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ്, MCQ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സെക്ഷൻ എയിൽ കാണാൻ സാധിക്കും. സെക്ഷൻ എ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ 15 MCQ ശരിയാക്കി കഴിഞ്ഞാൽ 30 മാർക്ക് കൺഫേം. അടുത്തത് സെക്ഷൻ ബിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡിസ്ക്രിപ്റ്റീവ് ആണ്, പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഉണ്ടാവും. ഇവിടെ നമുക്ക് 7 സെറ്റ് ക്വസ്റ്റ്യൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് തരും. 7 സെറ്റ് ക്വസ്റ്റ്യൻസ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് തരും നമുക്ക്. അതില് 5 സെറ്റ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്താൽ മതി? നിങ്ങൾക്ക് ഇഷ്ടമുള്ള, ചെയ്യാൻ അറിയാവുന്ന 5 സെറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ സെലക്ട് ചെയ്തോളുക. ഓക്കെ, 7 സെറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഒരു സെറ്റ് ക്വസ്റ്റ്യൻ അവര് 14 മാർക്കാണ് തരും. 14 മാർക്ക്, അങ്ങനെ 14 × 7 98 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് സെക്ഷൻ ബിയിൽ ഉണ്ടാവും. ഓക്കെ, സോ ഈ 98ഉം ഈ 30ഉം മൊത്തം 128 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. നിങ്ങൾ എത്ര മാർക്കിനുള്ള ക്വസ്റ്റ്യൻ എടുത്താൽ മതി? 1 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ എടുത്താൽ മതി. അതായത് 7, 5 സെലക്ട് ചെയ്താൽ മതിയല്ലോ. 14 × 5 70. 70 + 30 എത്രയായി? 100 100 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി. ക്ലിയർ? ശരി, MCQ ക്വസ്റ്റ്യൻസ് 15 ക്വസ്റ്റ്യൻ, ഓരോന്നിനും 2 മാർക്ക് വെച്ച് 30 മാർക്ക്. എങ്ങനെ സ്കോർ ചെയ്യാം? ഏറെക്കുറെ എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും MCQ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ MCQ ബാങ്ക് യൂസ് ചെയ്യാം. ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ പുറത്തിറക്കിയിരിക്കുന്ന MCQ ബാങ്ക് ഉണ്ട്, നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. ഡൗൺലോഡ് ചെയ്ത് പഠിച്ചോളൂ. അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽ, ഓരോ മൊഡ്യൂൾ കഴിയുമ്പോഴും ആ മൊഡ്യൂളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള MCQs വിത്ത് ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. പഠിച്ചോളൂ. കൂടാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ MCQs, കഴിഞ്ഞ 10 ടേമുകളിലെ MCQs നിങ്ങൾ എടുത്തോ. പ്രീവിയസ് ഇയറിലെ സജസ്റ്റഡ് ആൻസേഴ്സിൽ നമുക്ക് കിട്ടും, ആൻസേഴ്സ് ഉൾപ്പെടെ കിട്ടും. പഠിച്ചോളൂ. 30 ഇല്ലെങ്കിലും ഒരു 25 27 മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ അത് ഫോളോ ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കേട്ടല്ലോ? ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ MCQ ബാങ്ക്, സ്റ്റഡി മെറ്റീരിയൽ വേണം, അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, അതിലെ MCQs വർക്ക്ഔട്ട് ചെയ്തോ. തീർച്ചയായും കിട്ടിയിരിക്കും. ഓക്കെ, നിങ്ങൾക്കറിയാലോ നമ്മുടെ സിലബസിൽ 60% ചോദ്യങ്ങൾ വരിക ഓപ്പറേഷൻസ് മാനേജ്മെന്റിൽ നിന്നാണ്. 2022 സിലബസ് പ്രകാരം 60%
ചോദ്യങ്ങൾ വരിക ഓപ്പറേഷൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു ഏരിയ നിന്നായിരിക്കും. എങ്ങനെ പഠിക്കണം, എവിടെ നിന്ന് തുടങ്ങണം? നമ്മുടെ ഓപ്പറേഷൻസ് മാനേജ്മെന്റിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സീക്വൻസ്. നിങ്ങൾ റിവിഷനിലേക്ക് കടക്കുമ്പോൾ ഏത് ചാപ്റ്റർ അല്ലെങ്കിൽ ഏത് മൊഡ്യൂൾ ആദ്യം നോക്കണം? ഞാൻ പറയും മൊഡ്യൂൾ നമ്പർ 4 നിങ്ങൾ ആദ്യം പഠിക്കണം. പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ്, വളരെ ഇമ്പോർട്ടൻറ്റ്, അത് പഠിക്കണം. ദെൻ 6ാമത്തെ പ്രൊജക്ട് മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്, നെറ്റ്വർക്ക് ഡയഗ്രാം ഒക്കെ വരയ്ക്കുന്ന ചാപ്റ്ററാണ്, അത് പഠിച്ചോ. ദെൻ ഓപ്പറേഷൻസ് പ്ലാനിങ് എന്ന് പറഞ്ഞ മൊഡ്യൂൾ നമ്പർ 2 ഇമ്പോർട്ടന്റ് ആണ്. 3ഉം പ്രോബ്ലം വരുന്ന മൊഡ്യൂൾസ് ആണ്, തീർച്ചയായിട്ടും നിങ്ങൾ അത് പഠിച്ചിരിക്കണം. അതിനുശേഷം വേണം നിങ്ങൾ ഏതൊക്കെ നോക്കാൻ, മൊഡ്യൂൾ 1ഉം 5ഉം 3ഉം 7ഉം ഒക്കെ നോക്കാം. ആദ്യത്തെ ഒരു സെറ്റിൽ നിങ്ങൾ ഏതൊക്കെ തീർക്കണം? 4, 6, 2 മൊഡ്യൂളുകൾ തീർക്കണം. ദെൻ 1, 5, 3, 7 മൊഡ്യൂൾ തീർത്തു. ഇതാണ് ഓപ്പറേഷൻസ് മാനേജ്മെന്റിന്റെ കാര്യത്തിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട സീക്വൻസ്. ഓക്കെ. സ്ട്രാറ്റജിക് മാനേജ്മെന്റ് നിങ്ങൾക്ക് അറിയാലോ, 40% മാർക്കിനുള്ള ചോദ്യങ്ങൾ സ്ട്രാറ്റജിക് മാനേജ്മെന്റിനാവും ഉണ്ടാവുക. അവിടെ ഒരു പർട്ടിക്കുലർ സീക്വൻസ് ഇല്ല നിങ്ങൾ ഫോളോ ചെയ്യാൻ പഠിത്തത്തില്. എന്നാൽ പോലും കഴിഞ്ഞ 3 ടേമുകളിലെ ട്രെൻഡ് വെച്ചാണ് ഞാൻ പറയുന്നത്. ഡിസംബർ 2020 മുതലുള്ള ട്രെൻഡ് വെച്ചാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ മൊഡ്യൂൾ നമ്പർ 9ഉം 10ഉം നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. 9ഉം 10ഉം A to Z കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. അത് പഠിച്ചതിന് ശേഷം നിങ്ങൾ 11 പഠിച്ചോ, ഡിജിറ്റൽ സ്ട്രാറ്റജി എന്ന് പറയുന്ന മൊഡ്യൂൾ, അത് പഠിച്ചോളൂ. ദെൻ 8 പഠിച്ചോളൂ. 8 സിമ്പിൾ ആണ്, 8 പഠിച്ചോളൂ. സോ 9, 10, 11, 8 ആ ഒരു സീക്വൻസ് നിങ്ങൾ ഫോളോ ചെയ്യുക. ആദ്യം 9 പഠിക്കുക, അതിനുശേഷം 10 പഠിക്കുക, ദെൻ 11, 8. ഓക്കെ, ശരി. അപ്പൊ അതുമായല്ലോ. ഇനി ഒരു ABC അനാലിസിസ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ റിവിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ഇത് പറയാൻ പോകുന്നത്. കാറ്റഗറി എയില് ഞാൻ കൊടുത്തിട്ടുള്ള ടോപ്പിക്കുകൾ എന്ന് പറയുന്ന ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, നെറ്റ്വർക്ക് അനാലിസിസ്, എക്കണോമിക്സ് ഓഫ് മെയിൻ്റനൻസ്, അസൈൻമെന്റ്, സിമുലേഷൻ എന്നീ ടോപ്പിക്കുകളാണ്. പഠിച്ചതിന് ശേഷം ഒരു 3 തവണയെങ്കിലും നിങ്ങൾ ഇത് റിവൈസ് ചെയ്തിട്ടുണ്ടാവണം. 3 ടൈംസ് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം? റിവൈസ് ചെയ്തിട്ടുണ്ടാവണം. കാറ്റഗറി ബിയിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് ലൈൻ ബാലൻസിങ്, ക്യൂയിങ് മോഡൽ, ലീനിയർ പ്രോഗ്രാമിംഗ്, പ്രൊഡക്ടിവിറ്റി മാനേജ്മെന്റ്. പഠിച്ചതിന് ശേഷം നിങ്ങൾ ഒരു 2 തവണയെങ്കിലും റിവൈസ് ചെയ്തിട്ടുണ്ടാവണം. ചെയ്തു എന്ന് ഉറപ്പ് വരുത്തണം. കാറ്റഗറി സിയിലേക്ക് വരുമ്പോൾ കപ്പാസിറ്റി പ്ലാനിംഗ്, ഫെസിലിറ്റി ലൊക്കേഷൻ, EBQ, ട്രാൻസ്പോർട്ടേഷൻ. പഠിച്ചതിന് ശേഷം ഒരു തവണയെങ്കിലും ഇത് റിവൈസ് ചെയ്യാനുള്ള സമയം നിങ്ങൾ കണ്ടെത്തണം. ഒരു തവണയെങ്കിലും. ഓക്കെ. ഓപ്പറേഷൻസ് മാനേജ്മെന്റിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. സ്ട്രാറ്റജിക് മാനേജ്മെന്റിന്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. 9ഉം 10ഉം ചാപ്റ്റേഴ്സ് നിങ്ങൾ ഒരു 3 തവണ റിവൈസ് ചെയ്തോ. സ്ട്രാറ്റജിക് മാനേജ്മെന്റ് 9ഉം 10ഉം ചാപ്റ്റേഴ്സ് ഒരു 3 തവണ റിവൈസ് ചെയ്തോ. 11 ഒരു 2 തവണയെങ്കിലും ചെയ്തോ. 8 ഒരു തവണ ചെയ്താൽ മതി. ഓൾറെഡി 2016 സിലബസ് കഴിഞ്ഞു വന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് 11ാമത്തെ മൊഡ്യൂളാണ്, ഡിജിറ്റൽ സ്ട്രാറ്റജി. നിങ്ങൾ ഓൾറെഡി 8, 9, 10 ഒക്കെ മനഃപ്പാടം ആക്കിയിട്ടുണ്ടാവും അല്ലെ. അങ്ങനെയുള്ളവര് 11ാമത്തെ ഡിജിറ്റൽ സ്ട്രാറ്റജി ആദ്യം പഠിച്ചോളാം. ഓക്കെ, ശരി. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അനാലിസിസിലേക്ക് പോവാം. ചില കൂട്ടുകാർക്ക് ഡൗട്ട് ഉണ്ടാവും, ഞാൻ പറഞ്ഞ ആ സീക്വൻസ് ഒക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുമോ, എക്സംഷൻ ഒക്കെ കിട്ടുമോ, പാസ്സാകാനായിട്ട് പറ്റുമോ എന്നൊക്കെ അല്ലെ. ഈ ഒരു അനാലിസിസിലൂടെ നിങ്ങൾക്ക് ഞാനത് ബോധ്യപ്പെടുത്തി തരാം കേട്ടോ. ശ്രദ്ധിച്ചോളൂ. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനൊരു ടേബിൾ ഫോർമാറ്റിലാണ് അത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. കോളം വൈസ് പറയുകയാണെങ്കിൽ ആദ്യം ഞാൻ കൊടുത്തിരിക്കുന്ന മൊഡ്യൂൾ നമ്പർ ആണ്. ദെൻ മൊഡ്യൂൾ ഡിസ്ക്രിപ്ഷൻ ഒന്നുമില്ല, മൊഡ്യൂളിന്റെ പേരാണ്. ദെൻ നമ്പർ ഓഫ് ലെക്ചേഴ്സ്. നമ്മുടെ സാഗർ സിന്ധു ക്ലാസ്സസിൽ ഓരോ മൊഡ്യൂളിനും നമ്മൾ എത്ര ലെക്ചേഴ്സ് വീതം എത്ര ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ആ കോളം സൂചിപ്പിക്കുന്നത്. ആ നമ്പേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ. ദെൻ അടുത്ത കോളം ഡിസംബർ 23, ജൂൺ 24, ഡിസംബർ 24. അതെന്താണ് സാറേ? കുറച്ച് കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവും, ചിലർക്ക് ഡൗട്ടാണ് എന്താണെന്നുള്ളത്. ഞാൻ പറഞ്ഞുതരാം. 2022 സിലബസ്
നിലവിൽ വന്നതിന് ശേഷം നടന്ന എക്സാമിനേഷൻ ടേമുകളാണ് കൊടുത്തിരിക്കുന്നത്, അല്ലെ? ശരിയല്ലേ? സോ ഈ 3 ടേമുകളിൽ ഓരോ മൊഡ്യൂളിൽ നിന്നും എത്ര മാർക്കിനുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഇവിടെ സെല്ലുകളിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് പോവാം. റെഡിയാണോ എല്ലാവരും? ഇതാ, നമുക്ക് ആദ്യത്തെ മൊഡ്യൂളിലേക്ക് വരാം. ആദ്യത്തെ മൊഡ്യൂൾ ഏതാ? ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ. ഒറ്റ ക്ലാസ് കൊണ്ടാണ് നമ്മൾ ആ ഒരു എൻറ്റയർ മൊഡ്യൂൾ കവർ ചെയ്തിരിക്കുന്നത്. തിയറി ചാപ്റ്റർ ആണ്. എല്ലാ തിയറി ഭാഗങ്ങളും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ക്ലാസ് എന്ന് പറയുമ്പോൾ 1-1.25 മണിക്കൂറിനപ്പുറം പോവാറേ ഇല്ല. ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ. ഡിസംബർ 23 ടേം എക്സാമിനേഷന് 9 മാർക്കിനുള്ള ചോദ്യങ്ങൾ ഈ ഒരു ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൽ നിന്നുണ്ടായിരുന്നു. ഒരു MCQവും ഒരു ഡിസ്ക്രിപ്റ്റീവും. 2 സൂചിപ്പിക്കുന്ന MCQ ആണ്, 7 സൂചിപ്പിക്കുന്ന ഡിസ്ക്രിപ്റ്റീവ്. അങ്ങനെ 9 മാർക്കിനുള്ള ചോദ്യം ചോദിച്ചു. 24 വന്നപ്പോ 7 മാർക്ക്, അതായത് ഡിസ്ക്രിപ്റ്റീവിന്റെ ഒരു essay ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവും. 24 ഒരൊറ്റ MCQ മാത്രമേ ചോദിച്ചു. ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു തരത്തിലുള്ള പാറ്റേണും ഫോളോ ചെയ്യുന്നില്ല. നിങ്ങൾ അങ്ങനെ കരുതി വെക്കരുത്. ഈ ടേമിൽ ഇത് ചോദിച്ചു, അടുത്ത ടേമിൽ ചോദിച്ചില്ല, അപ്പോ അതിന്റെ അടുത്ത ടേമിൽ ചോദിക്കും. ആ ഒരു പാറ്റേൺ ആയിരിക്കും ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോളോ ചെയ്യുന്നത്. അന്ന് അങ്ങനെ പഠിക്കാം. അങ്ങനെ ഒന്നും ചിന്തിക്കേ വേണ്ട. അങ്ങനെ ഒരു പാറ്റേണേ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോളോ ചെയ്യുന്നില്ല. സൈക്കോ മോഡാണ്. നിങ്ങളെ അങ്ങനെയൊക്കെ ചിന്തിപ്പിക്കും, പക്ഷെ അങ്ങനെ ചെയ്യില്ല കേട്ടോ. ശരി. ഓപ്പറേഷൻസ് പ്ലാനിംഗ് എന്ന് പറയുന്ന രണ്ടാമത്തെ മൊഡ്യൂൾ നമ്മൾ 6 ക്ലാസ്സുകൾ കൊണ്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. 6 ക്ലാസ് എന്ന് പറയുമ്പോൾ ഞെട്ടണ്ട. 1-1.25 1.5 മണിക്കൂറൊക്കെ ഓരോ ക്ലാസ്സും വരുള്ളൂ. അവിടെ പ്രോബ്ലംസ് ഉണ്ട്, അതുകൊണ്ടാണ് അത്രയും ലെക്ചേഴ്സ് ഉണ്ടാവുന്നത്. എല്ലാ പ്രോബ്ലംസും, ടെക്സ്റ്റിലെ എല്ലാ പ്രോബ്ലംസും നമ്മൾ വർക്ക്ഔട്ട് ചെയ്താണ് പോകുന്നത്. സോ അതോർത്ത് നിങ്ങൾ പേടിക്കേണ്ട. ക്ലാസ് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, എന്റെ ഉറപ്പാണ്. ക്ലിയർ? ശരി. ഡിസംബർ 23 ടേമില് 11 മാർക്കിനുള്ള ചോദ്യങ്ങൾ ഓപ്പറേഷൻസ് പ്ലാനിംഗ് എന്ന് പറയുന്ന രണ്ടാമത്തെ മുട്ടുണ്ടായിരുന്നു. 2 MCQസും ഒരു ഡിസ്ക്രിപ്റ്റീവ്. 24 വന്നപ്പോൾ 3 MCQസും ഒരു ഡിസ്ക്രിപ്റ്റീവ്. അങ്ങനെ 13 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. 24 വന്നപ്പോൾ 20 മാർക്കിന്. 24 വന്നപ്പോ 20 മാർക്കിനുള്ള ചോദ്യങ്ങൾ മൊഡ്യൂൾ നമ്പർ 2 ഉണ്ടായിരുന്നു. എത്ര MCQ? 3 MCQവും 2 essay ടൈപ്പ് ക്വസ്റ്റ്യൻ, ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ. ഓക്കെ. ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കോണം. ആ ഒരു മൊഡ്യൂളിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ ഇന്ന് മനസ്സിലാക്കിക്കോണം. പച്ച കളർ കാണിച്ചിരിക്കുന്നത് എന്താണെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? അത് ഞാൻ പറഞ്ഞുതരാം. മൂന്നാമത്തെ മൊഡ്യൂള് പക്ക തിയറിയാണ് കേട്ടോ. തിയറി പഠിക്കാൻ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു മൊഡ്യൂളാണ് ഡിസൈനിങ് ഓഫ് ഓപ്പറേഷണൽ സിസ്റ്റം ആൻഡ് കൺട്രോൾ. ഒറ്റ ക്ലാസ് കൊണ്ടാണ് നമ്മൾ തീർത്തിരിക്കുന്നത്. ഒറ്റ ക്ലാസ് കൊണ്ട്. ഡ്യൂറേഷൻ ഒന്നും ഞാൻ എപ്പോഴും പറയുന്നില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞു. ഡിസംബർ 23 9 മാർക്കിനുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഒരു MCQവും ഒരു ഡിസ്ക്രിപ്റ്റീവ്. അതുപോലെ തന്നെ ജൂൺ 24 9 മാർക്കിനായിരുന്നു. ഡിസംബർ 24 9 മാർക്കിനാണ്. അയ്യോ, എപ്പോഴും 9 മാർക്കിന് ചോദിക്കുക. അങ്ങനെ ഉണ്ടോ? അടുത്ത തവണ, അതായത് ഈ വരുന്ന ജൂൺ അല്ലെങ്കിൽ ഡിസംബറിനും ഇങ്ങനെ തന്നെ ആയിരിക്കും. വിചാരിക്കണ്ട. ചിലപ്പോ 10-12 മാർക്കിന് ചോദിച്ചേക്കാം, 13 മാർക്കിന് ചോദിച്ചേക്കാം കേട്ടോ. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു തരത്തിലുള്ള പാറ്റേണും ഫോളോ ചെയ്യുന്നില്ല. ദെൻ 4ാമത്തെ മൊഡ്യൂൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൊഡ്യൂളാണ് പ്രൊഡക്ഷൻ പ്ലാനിംഗ് ആൻഡ് കൺട്രോൾ. 10 ലെക്ചേഴ്സ് കൊണ്ടാണ് ഞാൻ കവർ ചെയ്തിരിക്കുന്നത്. 10 ലെക്ചേഴ്സ്. ഒരുപാട് പഠിക്കാനുണ്ട്. ഏറ്റവും ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ചാപ്റ്റർ ആണ് പ്രൊഡക്ഷൻ പ്ലാനിംഗ് ആൻഡ് കൺട്രോൾ. ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദ്യങ്ങൾ ഉണ്ടാവുക ഈ ഒരു മൊഡ്യൂളിൽ നിന്നാണ്. അവിടെ നമുക്ക് അസൈൻമെന്റ് പ്രോബ്ലം പഠിക്കാനുണ്ട്, ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം പഠിക്കാനുണ്ട്, ലൈൻ ബാലൻസിങ് പഠിക്കാനുണ്ട്, സിമുലേഷൻ പഠിക്കാനുണ്ട്, ക്യൂയിങ് മോഡൽ പഠിക്കാനുണ്ട്, ഷെഡ്യൂളിങ് പഠിക്കാനുണ്ട്. അങ്ങനെ കുറെ അധികം സാധനങ്ങൾ പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ 10 ലെക്ചറിൽ 2 മണിക്കൂറൊന്നും ഇല്ല കേട്ടോ, 1-1.25 1.5 എല്ലാ പ്രോബ്ലംസും വർക്ക്ഔട്ട് ചെയ്താൽ പോയിരിക്കും. ഞാൻ പറയട്ടെ, നിങ്ങളുടെ കൂട്ടുകാർ അല്ലെങ്കിൽ ആ കൂട്ടുകാരന്റെ കൂട്ടുകാരനൊക്കെ നമ്മുടെ ക്ലാസ് മേടിച്ചിട്ടുണ്ടാവും. അതെന്റെ ഉറപ്പാ. 5 വർഷമായിട്ട് കുറെ കൂട്ടുകാർ നമ്മുടെ ഒപ്പം ഉണ്ട്. നല്ല റിസൾട്ടും ഉണ്ടായിരുന്നു കേട്ടോ. എക്സംഷനോട് കൂടി പാസ്സായ കുറെ കൂട്ടുകാരുണ്ടാവും. ഓക്കെ. ഞാൻ നോക്കി, ഡിസംബർ 23 25 മാർക്ക്
അതുപോലെ ജൂൺ 24 23 മാർക്കിന്, ഡിസംബർ 24 23. സെഗ്രിഗേഷൻ ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ദെൻ മൊഡ്യൂൾ 5 പ്രൊഡക്ടിവിറ്റി മാനേജ്മെന്റ് ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ് 2 ലെക്ചേഴ്സ് കൊണ്ടാണ് തീർത്തിരിക്കുന്നത്. മറ്റുള്ള പ്രോബ്ലം ഏരിയകൾ വെച്ച് നോക്കുമ്പോൾ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് പ്രൊഡക്ടിവിറ്റി മാനേജ്മെന്റ് ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ്. 2 ലെക്ചേഴ്സിൽ നമ്മൾ എല്ലാം തീർത്തിട്ടുണ്ട്, പ്രോബ്ലംസ് ഉൾപ്പെടെ ചെയ്തു പോയിട്ടുണ്ട്. ഡിസംബർ 23 2 മാർക്കിന്റെ MCQ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ജൂണിലേക്ക് വന്നപ്പോൾ ഒരു 4 മാർക്കിന് 2 MCQ ചോദിച്ചു. ദെൻ വീണ്ടും ഒരു 4 മാർക്കിന് 2 MCQs ചോദിച്ചിട്ടുള്ളൂ. ഒന്നും പറയാൻ പറ്റില്ല, 7 മാർക്കിന് നല്ല ചാൻസ് ഉള്ള പ്രോബ്ലംസ് ഉണ്ട് അതിൽ. അതുകൊണ്ട് നിങ്ങൾ 4 മാർക്കിന് MCQ മാത്രം പഠിച്ചാൽ മതി ആ ചാപ്റ്ററിലെ എന്നൊന്നും വിചാരിക്കേണ്ട. പ്രോബ്ലംസ് ഞാൻ പറയാം, പ്രൊഡക്ടിവിറ്റി മാനേജ്മെന്റ് ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റിലെ പ്രോബ്ലംസ് ഒക്കെ ഏറെക്കുറെ ടെക്സ്റ്റിൽ ഉള്ളതുപോലെ തന്നെയാണ് ചോദിക്കുക. അതുകൊണ്ട് അതങ്ങ് പഠിച്ചാൽ മതി, സെറ്റാണ്. ദെൻ 4ാമത്തെ മൊഡ്യൂൾ കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൊഡ്യൂളാണ് പ്രൊജക്ട് മാനേജ്മെന്റ്. നെറ്റ്വർക്ക് ഡയഗ്രാം, ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്, പെർട്ട്, ക്രാഷിങ്, ആ ഒരു സംഗതികളൊക്കെ 3 ലെക്ചേഴ്സിൽ നമ്മൾ എല്ലാ പ്രോബ്ലവും വർക്ക്ഔട്ട് ചെയ്ത് തിയറി ഉൾപ്പെടെ പറഞ്ഞു കൊടുക്കും. നോക്കിയേ, ഡിസംബർ 23 9 മാർക്കിന്, ദെൻ ജൂണില് 2024 ജൂണില് ഒരു 11 മാർക്കിന്, ദെൻ റീസെന്റ് ടേമിൽ ഒരു 9 മാർക്കിന്. അങ്ങനെ ഒന്നും കരുതണ്ട, ചിലപ്പോൾ 20 മാർക്കിനും ചോദിച്ചു വരും. അതായത് ഓപ്പറേഷൻസ് പ്ലാനിങ്ങിന്റെ ആ ഒരു പാറ്റേൺ ഞാൻ പറഞ്ഞിട്ട്, അതുപോലെ തന്നെ പ്രൊജക്ട് മാനേജ്മെന്റിൽ നിന്നും ചോദിച്ചെന്നൊക്കെ വരും. നെറ്റ്വർക്ക് വരയ്ക്കാൻ നന്നായിട്ട് പഠിക്കുക. നമ്മുടെ ക്ലാസ്സിൽ ബേസിക്സ് മുതൽ പറഞ്ഞു പോകുന്നുണ്ട്, ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരു അഡ്വാൻസ് ലെവൽ ക്ലാസ്സും അല്ല നമ്മുടെ. ഒന്നും അറിയാത്ത ഒരാള് വന്നിരുന്നാലും അവർക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഒരു കുട്ടിയുടെ ഫീഡ്ബാക്ക് ഞാൻ ഓർക്കുന്നുണ്ട്. പല ക്ലാസ്സുകളിലും ആ കുട്ടി ഇരുന്നിട്ടുണ്ട്, പക്ഷെ നമ്മുടെ ക്ലാസ് കണ്ടതിന് ശേഷമാണ് നെറ്റ്വർക്ക് ചെയ്യാനായിട്ട് പറ്റിയത്. ആ കുട്ടി എക്സാമിന് ആദ്യം ചെയ്തത് നെറ്റ്വർക്കും ആണെന്ന് എന്നോട്, ഡയഗ്രാം വരയ്ക്കുകയാണെന്ന് എന്നോട്. ഓക്കെ, സോ അത്തരത്തിലുള്ള ഹാപ്പി മൊമെന്റ്സ് ഒക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഈ ഒരു കരിയറിൽ. നിങ്ങളുമായിട്ടൊക്കെ ഷെയർ ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ, അതുകൊണ്ട് പറയുന്നതാണ്. ദെൻ നമ്മുടെ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് മൊഡ്യൂൾ നമ്പർ 7 വന്നു കഴിഞ്ഞാൽ എക്കണോമിക്സ് ഓഫ് മെയിന്റനൻസ് ആൻഡ് സ്പെയർസ് മാനേജ്മെന്റ്. മൊഡ്യൂൾ നമ്പർ 5 പ്രൊഡക്ടിവിറ്റി മാനേജ്മെന്റ് ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ കൺസെപ്റ്റ് മനസ്സിലാവാൻ അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ആണ്, മൊഡ്യൂളാണ് എക്കണോമിക്സ് ഓഫ് മെയിന്റനൻസ് ആൻഡ് സ്പെയർസ് മാനേജ്മെന്റ്. 2 ക്ലാസ്സിൽ നമ്മൾ അത് തീർത്തിട്ടുണ്ട്. എല്ലാ പ്രോബ്ലംസും വർക്ക്ഔട്ട് ചെയ്ത് തന്നെയാണ് തീർത്തിരിക്കുന്നത്. പ്രൊഡക്ടിവിറ്റി മാനേജ്മെന്റ് ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ സ്റ്റഡി മെറ്റീരിയലിലെ പ്രോബ്ലംസ് എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെയാണ് ചോദിക്കാറുള്ളത്, ഡിഫറൻഷിയേറ്റ് ചെയ്ത് ചോദിക്കാറില്ല. ട്രെൻഡ് അങ്ങനെയാണ്. ഓക്കെ, സോ എല്ലാ പ്രോബ്ലംസും നമ്മൾ ക്ലാസ്സിൽ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്, അത് പഠിച്ചുകൊണ്ട് പോയാൽ മതി, ഏത് പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, നോക്കി, ഡിസംബർ ടേമിൽ 9 മാർക്കിന് ചോദിച്ചിരുന്നു. ഒരു MCQവും ഒരു പ്രോബ്ലവുമാണ് ചോദിച്ചത്. ദെൻ നമ്മുടെ ജൂൺ 2024 2024 7 മാർക്കിന് പ്രോബ്ലം ചോദിച്ചു. ഡിസംബർ 24 പ്രോബ്ലമാണ് ചോദിച്ചത്. ഓക്കെ, സോ ഇനിയുള്ള ടേമുകളിലും പ്രോബ്ലത്തിനാണ് കൂടുതൽ ചാൻസ് ഉള്ളത്. അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആക്കണം എക്സാം എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനൊരു ചോദ്യം പ്രതീക്ഷിക്കാം. ടെക്സ്റ്റിലുള്ള അതേ ടൈപ്പ് പ്രോബ്ലം ആയിരിക്കും ചോദിക്കുക. ഓക്കെ, സോ ഇത്രയാണ് എനിക്ക് ഓപ്പറേഷൻസ് മാനേജ്മെന്റിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് സ്ട്രാറ്റജിക് മാനേജ്മെന്റിലേക്ക് വരാം. ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ഒറ്റ ക്ലാസ്സിൽ തീർത്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നെയാണ് പോയിരിക്കുന്നത്. മാർക്കിംഗ് നോക്കി, 9 മാർക്കിന് നമ്മുടെ ഡിസംബർ 23 ചോദിച്ചു. 24 ജൂണില് ഒരു 11 മാർക്കിന്, ദെൻ വീണ്ടും ഒരു 9 മാർക്കിന് ഡിസംബർ 24. തീർച്ചയായിട്ടും ചില ടിപ്പിക്കൽ പാറ്റേൺ ഫോളോ ചെയ്യുന്നവർ പറയും, ഇങ്ങനെയാണെങ്കിൽ അടുത്ത ടേമിൽ 11 മാർക്കിനുള്ള ചോദ്യം ഉണ്ടാവും, അതായത് 2 MCQ. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഓൾറെഡി പറഞ്ഞേ, ഒരു തരത്തിലുള്ള പാറ്റേണോ ഒരു തരത്തിലുള്ള ട്രെൻഡോ സ്റ്റുഡന്റ് ഫോളോ ചെയ്യുന്നില്ല. ദെൻ 9ാമത്തെ മൊഡ്യൂൾ സ്ട്രാറ്റജിക് അനാലിസിസ് ആൻഡ് സ്ട്രാറ്റജിക് പ്ലാനിങ്. എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ, ഞാൻ എന്തോ അതിനെപ്പറ്റി പറഞ്ഞായിരുന്നല്ലോ. സീക്വൻസ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് 9, 10, 11, 8 ആ ഒരു സീക്വൻസ് ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞു. നോക്കിയേ, ഒറ്റ ക്ലാസ്സിലാണ് ഞാൻ തീർത്തിരിക്കുന്നത്. ഒറ്റ ക്ലാസ്സിൽ കുറെ അധികം മോഡൽസ് അവിടെ പഠിക്കാനുണ്ട് നമുക്ക്. ടെസ്റ്റ് അനാലിസിസ്, സോർട്ട് അനാലിസിസ്, ECG മെട്രിക്സ്, ആൻസോഫ് മോഡൽ, ഇതെല്ലാം ഒറ്റ ക്ലാസ് 1.5-1.5 മണിക്കൂർ വരുന്ന ഒറ്റ ക്ലാസ് തീർത്തിരിക്കുക.
ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നുണ്ടോ? 18 മാർക്കിനാണ് ഡിസംബർ 23 ചോദിച്ചിരിക്കുന്നത്. 2 MCQ 2 ഡിസ്ക്രിപ്റ്റീവ്. 16 മാർക്കിന് ജൂൺ 24 ചോദിച്ചിരിക്കുന്നു. 1 MCQ 2 ഡിസ്ക്രിപ്റ്റീവ്. വീണ്ടും 18 മാർക്കിന് ഡിസംബർ 24 2 MCQ 2 ഡിസ്ക്രിപ്റ്റീവ്. തീർച്ചയായിട്ടും 18 20 മാർക്കിന് അടുത്ത ടേമുകളിൽ ചോദിക്കും. സോ 9 10 നിങ്ങൾ എന്തായാലും പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, 10ാമത്തെ മൊഡ്യൂളിലേക്ക് വരുമ്പോൾ ഫോർമുലേഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ സ്ട്രാറ്റജി. 9 കഴിഞ്ഞാൽ അടുത്ത ഞാൻ പഠിക്കാൻ പറഞ്ഞ ഏതാ? 10 ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇപ്പോ ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. 2 ക്ലാസ്സിൽ നമ്മൾ തീർത്തിട്ടുണ്ട്. പക്ഷെ ലെങ്ത് ഉണ്ട്, അതുകൊണ്ടാണ് അത് 2 ക്ലാസ്സിലേക്ക് പോയത്. 18 16 16 ഡിസംബർ 23 18 ചോദിച്ചു. 16 മാർക്കിന് ജൂൺ 24 16 വീണ്ടും ഡിസംബർ 24. തീർച്ചയായിട്ടും അടുത്ത ടേമുകളിൽ 16 18 മാർക്കിന് ചോദിക്കും. 11 ഡിജിറ്റൽ സ്ട്രാറ്റജി, ലാസ്റ്റ് മൊഡ്യൂൾ പുതിയതായിട്ട് വന്ന 22 സിലബസിൽ ഒറ്റ ക്ലാസ്സിൽ നമ്മൾ തീർത്തിട്ടുണ്ട്. ഒറ്റ ക്ലാസ്. മാർക്ക് നോക്കി, 9 മാർക്കിന് 23 ചോദിച്ചു. 24 വന്നപ്പോ 11 മാർക്കിന് ചോദിക്കുന്നുണ്ട്. 11 മാർക്കിന്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അടുത്ത വരുന്ന ടേമുകളിൽ ഡിജിറ്റൽ സ്ട്രാറ്റജി ഒരു 18 മാർക്കിനെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടായേക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ഓൾറെഡി 16 കഴിഞ്ഞ് 2016 സിലബസിൽ നിന്ന് കൺവേർട്ട് ചെയ്ത് വന്നവർ ആദ്യം പഠിക്കേണ്ടത് 11ാമത്തെ മൊഡ്യൂളാണ്. പിന്നീട് നിങ്ങൾ 9ഉം 10ഉം പഠിക്കുക, 8ലേക്ക് പോകും. ഓക്കെ, ശരി. അപ്പോ മൊത്തത്തിൽ നമ്മളൊരു 30 ക്ലാസ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്? എൻറ്റയർ സിലബസ് കവർ ചെയ്തുകൊണ്ട് നമ്മൾ ക്ലാസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 1.5 മണിക്കൂർ വരുന്ന 30 ക്ലാസ്സിൽ എൻറ്റയർ സിലബസ് കവർ ചെയ്തുകൊണ്ടുള്ള ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ആ ഒരു പേപ്പർ നമ്പർ 9 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുക, നിങ്ങൾക്ക് പാസ്സാവാനായിട്ട് പറ്റും. അയ്യോ, ഒരു സംഗതി കൂടെ പറഞ്ഞോട്ടെ. എന്താണെന്നറിയോ, പച്ച കളർ കാണിച്ചിരിക്കുന്നത് എന്താന്ന് പറയട്ടെ. അത് പറയാം. ഇത്രയൊന്നും പഠിക്കാൻ വയ്യ, പെട്ടെന്ന് പാസ്സാനുള്ള എന്തെങ്കിലും മാർഗമുണ്ടോ? ബാക്കി എല്ലാ സബ്ജക്റ്റും എനിക്ക് ഓക്കെ ആണ്. ഈ OM-SM ആണ് എനിക്ക് അങ്ങോട്ട് കിട്ടാത്തത്. അതിനെനിക്ക് 40 മാർക്ക് കിട്ടിയാൽ മതി. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവും. അവർ പഠിക്കേണ്ട മൊഡ്യൂളുകളാണ് ഞാൻ ഈ പച്ച കളറിൽ കൊടുത്തിരിക്കുന്നത്. 10 ലെക്ചേഴ്സ് ഉള്ള 4ാമത്തെ മൊഡ്യൂൾ. അതുപോലെ തന്നെ ഏതാണ് 6 ലെക്ചേഴ്സ് ഉള്ള 2ാമത്തെ മൊഡ്യൂൾ. പിന്നെ SM-ലേക്ക് വരുമ്പോ നമ്മൾ പറഞ്ഞ 9ഉം 10ഉം. ഇത്രയും പഠിച്ചാൽ 40 മാർക്ക് എന്തായാലും 40 മാർക്ക് എന്തായാലും കിട്ടും, ഉറപ്പാണ്. നന്നായിട്ട് പഠിച്ചിട്ട് പോയാ, ഈ 4 നന്നായിട്ട് പഠിച്ചിട്ട് പോയാ. ഓക്കെ, അപ്പോ എല്ലാവരും വീഡിയോ മൊത്തവും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നന്നായിട്ട് പ്രിപ്പയർഡ് ആവുക, എക്സാംഷനോടുകൂടി പാസ്സാവാം. തീർച്ചയായിട്ടും നിങ്ങൾ പാസ്സാകും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. നമ്മുടെ ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. പർച്ചേസ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്ത് ക്ലാസ്സുകൾ കണ്ട് വർക്ക്ഔട്ട് ചെയ്ത് എക്സാമിന് പോവുക, എക്സാംഷൻ അടിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.